friends, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ലഡ്ഡു റെസിപ്പി ആയിട്ടാണ്. ഓട്സ് ലഡ്ഡുവിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ ടേസ്റ്റി റെസിപ്പി. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം നോക്കിയിട്ട് വരാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. നെയ്യ് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കിസ്മിസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കിസ്മിസ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. എന്നിട്ട് നമുക്കിനി നെയ്യിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലഡുവിൽ ഡേറ്റ്സ് കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഒരു 4 ബദാം ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ബദാമിന് പകരം വേണമെങ്കിൽ കാഷ്നട്ടും ചേർക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഓട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഓട്സ് ആണ് ചേർക്കുന്നത്. ചെറിയൊരു അളവിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 കപ്പോ 2 കപ്പോ ഓട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തണുത്ത് കഴിഞ്ഞാൽ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ ഓട്സ് ചൂടാറിയതിന് ശേഷം ഞാനിവിടെ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ഏലക്കായ ചതച്ചത് ചേർക്കുന്നുണ്ട്. ഇത് 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം, 1/2 കപ്പ്. പിന്നെ ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മധുരം നോക്കിയിട്ട് മധുരം അനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നെയ്യിൽ റോസ്റ്റ് ചെയ്ത ബദാം, കിസ്മിസ്, ഡേറ്റ്സ് ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ബാക്കി വന്ന പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലഡ്ഡു കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് കുഴച്ച് നോക്കാം. പിന്നെ പാലെടുക്കുമ്പോൾ തണുത്ത പാലെടുക്കാൻ പാടില്ല. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലാണെങ്കിൽ അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറണം. ചെറുതായിട്ട് ചൂടാക്കിയെടുത്ത പാലാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് കുഴച്ച് നോക്കാം. അപ്പോൾ ഉരുളയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ഉരുളകളാക്കി എടുക്കാം. 2 ടേബിൾ സ്പൂൺ പാല് മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിങ്ങനെ ഓരോ ലഡുവായിട്ട് തയ്യാറാക്കി എടുക്കാം. അങ്ങനെ ഓട്സ് ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സിൻ്റെ അളവ് കൂടുതൽ എടുക്കാം. അപ്പോൾ കൂടുതൽ ലഡ്ഡു കിട്ടും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ സെലക്ട് ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള ടേസ്റ്റി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്